ഇന്ന് ചർച്ചിൽ പോയാലോ അമ്മേ? അടുത്ത ആഴ്ച പോവാടാ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്? ആ, നമ്മള് ചർച്ചിലേക്ക് പോയില്ലെങ്കിലും ദൈവത്തെ ഓർക്കാതിരിക്കുന്നില്ലല്ലോ. അതെ, ഈ ഒരുക്കം ഒരിക്കലെങ്കിലും ചർച്ചിൽ പോവാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടോ? എന്താടാ പെറുപിറുക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇപ്പൊ റെഡിയാവാന്ന് പറഞ്ഞതാ. നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുന്ന സ്ഥലം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സ്ഥലം ദേവാലയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ, നിങ്ങളുടെ കുറവുകളെല്ലാം നിറവാക്കണമെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുന്നത് കൈവിടരുത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വർഷം മുഴുവനും ദൈവം നിങ്ങളെ കണ്ണിലുണ്ണി പോലെ സംരക്ഷിക്കും. അതിനാൽ വിഷമിക്കേണ്ട. ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ സഭായോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. കൊറോണ കാലത്തിന് മുൻപ് വരെ വേദപുസ്തകവും എടുത്തുകൊണ്ട് സഭയിലേക്ക് മുടങ്ങാതെ പോയവർ പോലും ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെയുള്ള ആരാധന ശീലിച്ചിരിക്കുന്നു. സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് സിറ്റീസ്, സ്മാർട്ട് കാർസ്, സ്മാർട്ട് ക്ലാസസ് എന്നിങ്ങനെ ലോകം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനാൽ പിശാച് തിരുസഭ ആരാധനയെയും സ്മാർട്ട് ചർച്ച് ആക്കി തീർത്ത് എല്ലാവരെയും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആരാധന നടത്തിക്കുന്നു. ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വത്തെ തിരുസഭയിലൂടെ മനസ്സിലാക്കാതിരിക്കാനായി അവരുടെ അകക്കണ്ണും അന്ധമാക്കിയിരിക്കുകയാണ്. അവസാന കാലത്തെ ഉണർവ് തിരുസഭയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉണർവിന്റെ അഗ്നി തിരുസഭകളിലാണ് ഒഴിക്കപ്പെടുക. ഇത് മനസ്സിലാക്കിയ പിശാച് ദൈവമക്കളെ ആരെയും തിരുസഭയിലേക്ക് വരാതെ തടയുന്നു. അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? തിരുസഭ കൂട്ടായ്മ കൈവിടരുത് എന്ന്. അതിനാൽ കുടുംബത്തോടെ ഓരോ ആഴ്ചയും ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകണം. ദൈവത്തിന്റെ മഹത്വം നേടിയെടുക്കണം. ഇപ്പോൾ ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ഏട്ടാ, സുഖായിരിക്കുന്നോ? ആ, എനിക്ക് സുഖം തന്നെയാ. പക്ഷേ വോയിസ് ഡള്ളാണല്ലോ. എന്തു പറ്റി? സുഖമില്ലേ? അങ്ങനൊന്നുമില്ല. ഇവിടെ ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓഫീസിലെ പ്രശ്നങ്ങളോ? എന്താ ഏട്ടാ, എന്തു പറ്റി? എനിക്ക് ശമ്പളം കിട്ടിയിട്ട് 4 മാസമായി. എപ്പോ ചോദിച്ചാലും ഇപ്പൊ തരാം പിന്നെ തരാന്ന് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കിട്ടും, അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞ് ഇപ്പോ 4 മാസമായിരിക്കേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ എനിക്കൊന്നും മനസ്സിലാവാത്ത. വീടിനാണെങ്കിൽ ഇതുവരെ വാടക പോലും കൊടുത്തില്ല. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഏട്ടാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. കയ്യിലുള്ള കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരട്ടെ? ആ, ഉള്ളത് ഇട്ടേക്ക്. പക്ഷേ നിനക്കവിടെ ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ അവിടെ കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ചേച്ചി, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. അന്ന് എന്നോട് കടം മേടിച്ച കാശ് തിരിച്ചു തന്നാ കൊള്ളായിരുന്നു. എന്താ ഇത്? ഇത്ര പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എവിടുന്ന് തരാനാ? അതല്ല ചേച്ചി, എന്റെ ഹസ്ബൻഡിന് 4 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാ. അദ്ദേഹത്തിന് കാശ് അയച്ചു കൊടുക്കണം. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഞാനും വളരെ കഷ്ടപ്പാടില്ല. ഞാൻ നിന്നെ പറ്റിക്കാനൊന്നും പോകുന്നില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം. അത്യാവശ്യം ആയതുകൊണ്ടാ ചേച്ചി. എന്താ ഇത്? എത്ര പ്രാവശ്യം ഞാൻ പറയുന്നത്? എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോവാ.
എന്താ മാഡം, വീടിന്റെ ലോൺ അടച്ചിട്ട് 2 മാസമായല്ലോ. എന്റെ ഹസ്ബൻഡിന് ഓഫീസിൽ ശമ്പളം കിട്ടിയില്ല, അതുകൊണ്ടാ ലോൺ അടയ്ക്കാൻ പറ്റാതായത്. എന്താന്നത്? നിങ്ങളുടെ ഭർത്താവിന്റെ ഓഫീസിൽ ശമ്പളം തന്നില്ലെന്ന് ഞാൻ പോയി എന്റെ ഓഫീസിൽ പറയാൻ പറ്റുമോ? എന്റെ ഓണർ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പില്ലേ? നിങ്ങൾ ദയവായി എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഞാനല്ല ബാങ്കിന്റെ ഓണർ, ഞാൻ അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാ. അതുകൊണ്ട് എന്റെ അവസ്ഥയും ഒന്ന് മനസ്സിലാക്കിയ ചേച്ചി. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറ. അടുത്ത മാസമെങ്കിലും ഒന്ന് അടയ്ക്കാൻ നോക്ക്. അടുത്ത മാസം ഇതുപോലെ ക്ഷമയോടൊന്നും ഞാൻ സംസാരിക്കത്തില്ല കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്താ സുബി, എന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? കുറച്ചു കാലമായിട്ട് വീടിനകത്ത് അനുഗ്രഹമേ ഇല്ല ചേച്ചി. പണത്തിന് വലിയ ബുദ്ധിമുട്ടാ. അദ്ദേഹത്തിനും ഓഫീസിൽ ശമ്പളം കൊടുത്തിട്ടില്ല, ബാങ്കിലും ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് മനസ്സിലാവുന്നില്ല. വീട്ടില് പ്രാർത്ഥിക്കാറുണ്ടോ? ആ, പ്രാർത്ഥിക്കാറുണ്ട്. ദശാംശമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? ആ, ഉറപ്പായിട്ടും. സുബി, നീയും നിന്റെ മോനും മുടങ്ങാതെ ചർച്ചിലേക്ക് പോവാറുണ്ടോ? ചർച്ചിലേക്കോ? ഡാ, ഞാൻ പോലും റെഡിയായി കഴിഞ്ഞു. നീ എന്താടാ ലേറ്റ് ആവുന്നേ? വേഗം പോയി റെഡിയാവ്. അതെ, ഈ ഒരുക്കം ഒരിക്കലെങ്കിലും ചർച്ചിൽ പോവാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടോ? എന്താടാ പിറുപിറുക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇപ്പൊ റെഡിയാവാന്ന് പറഞ്ഞതാ. ആ, അമ്മേ, എഴുന്നേക്കമ്മേ. കിടക്കടാ. ഇന്ന് സൺഡേ അല്ലേ, കുറച്ചു നേരം കൂടി ഉറങ്ങാം. നമുക്ക് ചർച്ചിലേക്ക് പോവണ്ടമ്മേ. നമുക്ക് അടുത്ത ആഴ്ച പോകാം. ഇപ്പം മിണ്ടാതെ കിടക്ക്. എനിക്കൊരു കോഫി എങ്കിലും ഉണ്ടാക്കി താമ്മേ. എഴുന്നേക്കമ്മേ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അതെ, ഞാൻ ഉറങ്ങിയാ നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഓ, അമ്മേ, ഇന്ന് ചർച്ചിൽ പോയാലോ അമ്മേ? അടുത്ത ആഴ്ച പോവാടാ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്? ആ, നമ്മള് ചർച്ചിലേക്ക് പോയില്ലെങ്കിലും ദൈവത്തെ ഓർക്കാതിരിക്കുന്നില്ലല്ലോ. ദാ, ഈ കാപ്പി കുടിക്ക്. ടിവിയില് ഓൺലൈൻ സർവീസാ പോന്നെ. നീ മിണ്ടാതെ ഈ ഓൺലൈൻ സർവീസ് അറ്റൻഡ് ചെയ്യ. അമ്മേ, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ ഓൺലൈൻ സർവീസ് അറ്റൻഡ് ചെയ്യുന്നത്? ഈയിടെയായിട്ട് നിന്റെ നാവിന്റെ നീളം കൂടുന്നുണ്ട്. മിണ്ടാതിരിക്കെ. എന്താ സുബി, എന്റെ ചോദ്യത്തിന് ഇനിയും ഉത്തരം പറഞ്ഞില്ലല്ലോ. ചേർച്ചിലേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായി ചേച്ചി. നിന്റെ ഹസ്ബൻഡ് എങ്കിലും മര്യാദയ്ക്ക് ചർച്ചിലേക്ക് പോകുന്നുണ്ടോ അതോ ഇല്ലേ? പിന്നെ എങ്ങനെയാ സുബി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക? തിരുസഭയിൽ പങ്കെടുക്കുന്നത് മുടക്കരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എങ്ങനെയാ സുബി നിങ്ങൾക്ക് ചർച്ചിലേക്ക് പോകാതിരിക്കാൻ പറ്റുന്നേ? നിങ്ങളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തില്ലേ? ചേച്ചി, ചേർച്ചിലേക്ക് പോയില്ലെങ്കിലും ഓൺലൈൻ സർവീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സുബി, ഓൺലൈൻ സർവീസും നേരിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നതും ഒന്നാകുമോ? നീ ഓൺലൈൻ സർവീസിൽ എന്തൊക്കെയാ ചെയ്യുക? ദേവാലയത്തിൽ ഇരിക്കുന്നത് പോലെ നിനക്ക് ഭയഭക്തിയോടെ ഇരിക്കാൻ പറ്റുമോ? നീ ഓൺലൈൻ സർവീസിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, നിനക്കൊരു ഫോൺ വരികയാണ്. അപ്പോൾ നീ എന്താ ചെയ്യുക? സർവീസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടല്ലേ ഇത് കാണുക. പാചകം ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് അറ്റൻഡ് ചെയ്യും, അങ്ങനെയല്ലേ? ഓൺലൈൻ സർവീസിനും ദേവാലയത്തിൽ ചെന്ന് കർത്താവിനെ ആരാധിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സുബി. എന്തെങ്കിലും ഒരു ദിവസം സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ വേണമെങ്കിൽ നിനക്ക് ഓൺലൈൻ സർവീസ് അറ്റൻഡ് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. വീട്ടിൽ പ്രായം ചെന്നവരും വയ്യാത്തവരും ഒക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അത് പ്രയോജനമായിരിക്കും. നീ മാത്രമല്ല സുബി, ഇന്ന് ധാരാളം പേര് സൺഡേ ചർച്ചിലേക്ക് പോകാറേ ഇല്ല. ചർച്ചിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിട്ടാ കരുതുന്നേ. അതെത്ര വലിയ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കർത്താവിന്റെ അനുഗ്രഹം വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ കർത്താവിനെ തേടുന്നത് തന്നെ അവർ വിട്ടുകളയുക. നിന്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയല്ലേ? അനുഗ്രഹം കിട്ടിയ ഉടനെ ദേവാലയത്തിലേക്ക് പോകുന്നത് നിർത്തി.
ഇപ്പൊ കർത്താവ് അനുഗ്രഹത്തിൽ തന്നെ കൈവയ്ക്കുകയും ചെയ്തു. ആദ്യം നിങ്ങൾ ചെയ്ത തെറ്റിന് കർത്താവിനോട് മാപ്പ് ചോദിക്കേ. തീർച്ചയായും സഭയിൽ പങ്കെടുക്കണം. ആദ്യം പിന്നെ നീ നോക്ക്, നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകും. ശരി ചേച്ചി. ശരി, ചായ തണുത്തു പോകുക, എടുത്തു കുടിക്കേ. പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് പോകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജ്യോതിചേച്ചി എന്ന നാടകത്തിൽ നമ്മൾ കണ്ടു. ഇന്ന് ധാരാളം പേർ മടി പിടിച്ച് ദേവാലയത്തിലേക്ക് പോകാതെ, കർത്താവിന് കൊടുക്കാനുള്ള ദശാംശം കൊടുക്കാതെ വെറുതെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. ഉണർവിനെ തടയുന്നതിനായിട്ടാണ് പിശാച് ഓൺലൈൻ ആരാധന കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി തിരുസഭയിൽ പങ്കെടുക്കുന്നത് കൈവിടരുത്. ഇപ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ദൈവ സന്ദേശം നൽകുന്നതിനായി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളുമായി ചേർന്ന് കർത്താവിന്റെ വാക്കുകൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഭാഗ്യം കർത്താവ് തന്നതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. എന്റെ ശുശ്രൂഷാപാതയിൽ ചില സഹോദരിമാരെ കണ്ടുമുട്ടിയപ്പോൾ അവർ തങ്ങളുടെ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുകയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ കർത്താവ് നൽകി. അപ്പോൾ ചില സഹോദരിമാർ പറയാറുണ്ട്, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകാറുള്ളൂ, എന്റെ ഭർത്താവ് വരാറേയില്ല, വിശേഷ ദിവസമാണെങ്കിൽ മാത്രമേ ദേവാലയത്തിലേക്ക് വരാറുള്ളൂ, ക്രിസ്മസ്, ന്യൂ ഇയർ, ദുഃഖവെള്ളി, ഈസ്റ്ററിന്റെ അന്ന്, ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹം ചർച്ചിലേക്ക് വരാറുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. ചില സഹോദരിമാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം ഞങ്ങള് സമയം ഉള്ളതുപോലെ സ്തോത്ര ആരാധനയിൽ പങ്കെടുക്കും എന്ന് പറയാറുണ്ട്. മറ്റു ചിലരെന്തു പറയുന്നു വെച്ചാൽ, ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചർച്ചിലേക്ക് പോകാൻ ഒട്ടും സമയം കിട്ടാറില്ല എന്ന് പറയുന്നവരും ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ ഈ പരിപാടി കാണുകയായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത്, എബ്രായർ 10-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യം പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. കർത്താവിന്റെ വചനം പറയുന്നത് എബ്രായർ 10:25 സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. മറ്റുള്ളവർക്കും ഇതിനെക്കുറിച്ച് ബുദ്ധി ഉപദേശിക്കണം എന്നാണ് വചനം പറയുന്നത്. യഹോവയുടെ ആലയം എന്നാൽ അത് ദൈവത്തിന്റെ വീടാണ്, കർത്താവിന്റെ വാസസ്ഥലം. അതായത് ഞങ്ങളുടെ അയൽവക്കത്ത് ചില അക്രൈസ്തവരായ സഹോദരിമാർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിനായിട്ട് കുടുംബത്തിലുള്ളവർ അറിയാതെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയാറുണ്ട്, മനസ്സിനാകെ ഒരു ഭാരമാണ്, ദുഃഖമാണ്. നിങ്ങളുടെ ദേവാലയം ഞങ്ങളുടെ വീടിനടുത്താണ്, അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്ന സമയത്തൊക്കെ ദേവാലയത്തിലേക്ക് പോകാറുണ്ട്. മനസ്സ് തുറന്ന് എന്റെ ഭാരങ്ങളെല്ലാം പറഞ്ഞിട്ട് വരും. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എങ്കിലും എന്റെ മനസ്സിൽ എന്തൊക്കെ ദുഃഖമുണ്ടോ അതെല്ലാം അവിടെ പറയും. ഞാൻ അവിടെ നിന്ന് എണീറ്റ് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിനൊരു വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴൊക്കെ മനസ്സിനൊരു ഭാരമോ ദുഃഖമോ തോന്നുമ്പോൾ, എന്തെങ്കിലും അപേക്ഷകൾ ഉള്ളപ്പോഴോ, ഉടനെ പോയിട്ട് ആരും അറിയാതെ ചർച്ചിലേക്ക് പോയിട്ട് ഒരു മൂലയ്ക്ക് ചെന്ന് ഇരിക്കും. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ എല്ലാരും അങ്ങോട്ട് പോകാറുണ്ടല്ലോ, എനിക്കും പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോകും. പക്ഷെ ഇപ്പൊ ഞാൻ മുടങ്ങാതെ പോകുന്നുണ്ട്. എന്തെങ്കിലും ദുഃഖം തോന്നുമ്പോഴൊക്കെ അവിടെ ചെന്ന് ഞാൻ പറയും. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. യേശുവേ എന്ന് പേര് വിളിച്ച് ഞാൻ പറയും, എനിക്ക് എത്രയോ നന്മകളാ യേശു ചെയ്തിട്ടുണ്ട്. ആ ദേവാലയത്തിലേക്ക് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ദുഃഖങ്ങളൊക്കെ മാറി ഒരു സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി വരാറുണ്ട് എന്നവര് പറയും. ഇന്ന് നമുക്ക് മറ്റൊരു വചനം കൂടി നോക്കാം. സങ്കീർത്തനങ്ങൾ 18:6 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. കർത്താവിന്റെ വചനം പറയുന്നത്, എന്റെ അത്രയും വലിയ കഷ്ടതയിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, തന്റെ മന്ദിരത്തിൽ നിന്ന് അവൻ എന്റെ അപേക്ഷ കേട്ടു.
ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ അപേക്ഷകൾ കേൾക്കാൻ ഒരു സ്ഥലം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലം ദൈവാലയമാണ്. അതുകൊണ്ട് ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദേവാലയത്തിലേക്ക് മുടങ്ങാതെ പോകുന്ന കാര്യത്തിൽ ഒരുപക്ഷേ പുറകോട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാനായി എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അപേക്ഷകളെല്ലാം കേട്ട് കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും നൽകണമെങ്കിൽ, നിങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കണമെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുന്നത് ഉപേക്ഷിക്കരുത്. കർത്താവിന്റെ മുൻപാകെ ചെന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഭവം ഉള്ളവർക്കേ അതിന്റെ സന്തോഷം അറിയൂ. അതിനാൽ ഇന്ന് ഈ പരിപാടി കാണുന്ന നിങ്ങൾ ആ അനുഭവത്തിൽ ശക്തി നേടണം. പറ്റുമ്പോഴൊക്കെ ചർച്ചിലേക്ക് പോവുക. ഞായറാഴ്ചയുള്ള ആരാധന ഉപേക്ഷിക്കാതിരിക്കുക. കർത്താവിന് മുൻപാകെ ചെന്ന് സഭായോഗത്തിൽ പങ്കെടുക്കുക. കർത്താവിന് പ്രിയപ്പെട്ട ഒരു കാര്യമാണത്. നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, പല അപേക്ഷയോടുകൂടിയായിരിക്കാം ഇന്ന് നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലായിരിക്കാം. കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരണേ, അതിനുവേണ്ടി ഈ പരിപാടി കാണുകയായിരിക്കാം. അല്ലെങ്കിൽ കുടുംബത്തിന് രക്ഷ വേണം, എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. ഉള്ളിലുള്ള ആ ഭാരം എത്ര പ്രാർത്ഥിച്ചാലും ഒട്ടും മാറാതിരിക്കുകയാവാം. ആ ദുഃഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടണം. അതിനൊരു കാര്യം, ദേവാലയത്തിൽ ചെന്ന് കർത്താവിന്റെ പാദങ്ങളിൽ അഭയം തേടി നോക്കൂ. അനുഭവിച്ചവർക്കേ അതറിയൂ. എനിക്ക് എത്രയോ തവണ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കർത്താവിന് മുൻപാകെ ചെന്ന്, കർത്താവെ, ഞാൻ അങ്ങയുടെ പാദത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു, അങ്ങയെ വിട്ടാൽ വേറെ വഴിയില്ല, അങ്ങയുടെ മന്ദിരത്തിലേക്ക് വന്നിരിക്കുകയാണ്, എന്നോട് ദയ കാണിക്കണേ, അങ്ങയുടെ ദയയുള്ള കണ്ണുകൾ എന്നെ നോക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെ എന്റെ ദുഃഖം തീർന്നിട്ടില്ല, ഭയം മാറിയിട്ടില്ല, ആശയക്കുഴപ്പമാണ്, എത്രയോ പ്രാർത്ഥിക്കുന്നു, ഇനിയും എന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലല്ലോ, നന്മ നടന്നിട്ടില്ലല്ലോ എന്നുള്ള സ്ഥിതിയിൽ നിങ്ങൾ ഈ പരിപാടി കാണുകയായിരിക്കാം. കർത്താവിന് മുൻപാകെ ദേവാലയത്തിൽ പോയി നിങ്ങളുടെ അപേക്ഷകൾ കർത്താവിന് മുൻപാകെ സമർപ്പിക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകും. മറ്റൊരു കാര്യം, മറ്റൊരു വചനം നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 36:8 ഇങ്ങനെ പറയുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അതായത് ഒരു സമ്പൂർണമായ അനുഗ്രഹം, ഒരു പൂർണമായ തൃപ്തി. ദൈവഭവനത്തിൽ, ദൈവാലയത്തിൽ നമ്മൾ ചെന്ന് അവനെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിന് മുൻപാകെ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി പറഞ്ഞിട്ട് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? സമ്പൂർണമായ ഒരു തൃപ്തി, ഒരു സംതൃപ്തിയോടുകൂടി വരാൻ പറ്റും, കർത്താവിന്റെ വചനം പറയുന്നു. അതിനാൽ ഇന്നേ ദിവസം ദേവാലയത്തിലേക്ക് പോവുക. ആ ഒരു ശീലം, ആ ഒരു അനുഭവം ഉണ്ടായിരിക്കട്ടെ. സഭായോഗങ്ങളിൽ പങ്കെടുക്കുക. അതാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുന്നതിനായി ഒരേ ഒരു സാക്ഷ്യം പറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതായത്, ഗ്രാമങ്ങളിലേക്കൊക്കെ ശുശ്രൂഷയ്ക്ക് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പോയപ്പോൾ ഒരു 6-7 വർഷം മുൻപ് ഒരമ്മ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. അവിടെ ആ അമ്മയ്ക്ക് മണ്ണ് വെട്ടുന്ന ജോലിയാണ്, സർക്കാർ ജോലിയാണ്, മണ്ണ് വെട്ടുന്ന ജോലിയാണ് അവർ ചെയ്തിരുന്നത്. അവർക്കൊരു മകനുണ്ട്. ആ മകൻ ജനിച്ച് 1 വയസ്സായപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. ആ മകനെ അവർ പഠിപ്പിച്ചു. പക്ഷെ ആ മകന് ശരിക്ക് പഠിക്കാൻ പറ്റിയില്ല. അവർക്ക് അതിന് ചെലവാക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. 5ാം ക്ലാസ് വരെ അവൻ പഠിച്ചുള്ളൂ. അതിനുശേഷം ആ ഗ്രാമത്തില് വീട് പണിക്കായിട്ട് അവൻ പോകേണ്ടി വന്നു, അതായത് മേസ്ത്രി പണി. എന്നാൽ 6 വർഷം മുൻപ് അവര് പറഞ്ഞൊരു കാര്യം, ആ മകന് 2 വർഷം മുൻപായിട്ട് ഒരു പനി വന്നു എന്ന്. അത് കഴിഞ്ഞപ്പോ ഒരു കാല് തളർന്നുപോയി. അത് പിന്നെ അവന് നടക്കാൻ വയ്യായിരുന്നു. എല്ലാവരും പറഞ്ഞു, അവിടെ പോയി കാണിക്കുക, ഇവിടെ പോയി കാണിക്കുക എന്നൊക്കെ. എനിക്ക് ചെലവഴിക്കാനുള്ള പണവും ഇല്ല, സൗകര്യവും ഇല്ല, എന്നെ സഹായിക്കാനും ഒരാളും ഇല്ല. എന്നാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യഹോവയുടെ ദേവാലയം ആ ഗ്രാമത്തിൽ എന്റെ വീടിനടുത്താണുള്ളത്. അത് ശരിക്കും ഒരു ചെറിയ ഗ്രാമമാണ്. ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ആ ദേവാലയത്തിലേക്ക് എന്റെ മകനെ കൊണ്ടുപോയി, കാല് തളർന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല, എന്റെ തോളിൽ അവന്റെ കൈയിട്ട് ഞാൻ അവനെ താങ്ങി പിടിച്ച് ആ ദേവാലയത്തിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് ദിവസവും വൈകുന്നേരം അവന്റെ കാലിൽ തേച്ച് അവിടെ തന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്റെ ദുഃഖമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ മോനെയും കൂട്ടി തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. എന്നെ നോക്കി എല്ലാരും പരിഹസിക്കാൻ തുടങ്ങി. മകനെയും കൂട്ടി ഇവള് ദിവസവും പോകുന്നുണ്ടല്ലോ, ഈ മകൻ എന്ന് നടക്കാനാ എന്നൊക്കെ പറയും. പക്ഷെ നടന്ന സംഭവം, ഞാൻ ആ ദേവാലയത്തിലേക്ക് പോകാൻ ഒരു ദിവസം പോലും മുടക്കിയില്ല. എന്തെങ്കിലും ഒരു കഞ്ഞി വെച്ച് കുടിക്കും. അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് ജോലി കഴിഞ്ഞ് വന്ന് ആ മകനെയും കൂട്ടിക്കൊണ്ട് പോയി കർത്താവിന് മുൻപാകെ അവനെ അവിടെ തന്നെ കിടത്തി എണ്ണ എടുത്ത് തേക്കും. കർത്താവേ, ഇത് അങ്ങയുടെ രക്തമായി കരുതി
ഞാൻ തേക്കുകയാണ് കർത്താവേ എന്ന് പറഞ്ഞ് എനിക്ക് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ച് യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ കുറെ ദിവസം കടന്നുപോയപ്പോൾ തളർന്നുപോയ കാലിന് ശക്തി കിട്ടാൻ തുടങ്ങി. ഏകദേശം 1.5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ തന്നെത്താൻ നടക്കാനുള്ള ഒരു ശക്തി കർത്താവ് കൊടുത്തു. ആ ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? യഹോവയുടെ ആലയത്തിൽ നിന്നാണ്. ഒരു ശുശ്രൂഷകന്റെ അടുത്തും പ്രാർത്ഥിക്കാൻ പോകാൻ എനിക്ക് അറിയില്ല. അതിന് ചെലവഴിക്കാനുള്ള പൈസയും ഇല്ല, ഡോക്ടർമാർക്ക് ചെലവഴിക്കാനുള്ള കാശും ഇല്ല. അറിയാവുന്ന ഒരേ ഒരാള് യേശുവുണ്ട്. ആ ദേവാലയത്തിൽ യേശുവുണ്ട്. എനിക്ക് വിദ്യാഭ്യാസമില്ല, ആ ദേവാലയത്തിൽ യേശുവുണ്ട്. അവന്റെ അടുത്ത് നമ്മുടെ മകനെ ഏൽപ്പിക്കാം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് പോയത്. എനിക്കാണെങ്കിൽ ഭർത്താവും ഇല്ല, എന്റെ മകനും നടക്കാൻ വയ്യാതിരിക്കുന്നു. യേശുവെ, അങ്ങേ വിട്ടാൽ എനിക്ക് വേറെ വഴിയില്ല, ചിലവാക്കാൻ കാശുമില്ല, എന്നെ സഹായിക്കണേ എന്ന് അവനോട് പ്രാർത്ഥിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് വരും. എന്നെ കണ്ട് പലരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ മകൻ നടക്കാൻ തുടങ്ങി. കാലിനൊക്കെ നല്ല ശക്തി കിട്ടി. 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും യാതൊരു സപ്പോർട്ടും ഇല്ലാതെ അവൻ തനിച്ചു നടന്നു. അവൻ അതിനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഒരുപാട് അതിശയിച്ചു. അതിനുശേഷം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അനേകം പേർ ആ ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. ധാരാളം പേർക്ക് അത്ഭുതങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എന്റെ മകൻ എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. ശുശ്രൂഷയില് എന്നെ വന്ന് കണ്ട് സാക്ഷ്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ യഹോവയുണ്ട്. ആ ഉറപ്പോടുകൂടി പോവുക. ആലയത്തിൽ ആരാധന നടത്തുന്നവരെയല്ല, കർത്താവിനെ കാണാൻ പോവുക. കർത്താവുണ്ട്, എന്റെ കാര്യങ്ങൾ കർത്താവിനോട് പറയാൻ ഞാൻ പോകുന്നു എന്നുള്ള ഒരു സമർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ തീർച്ചയായും പോവുക. ദേവാലയത്തിലേക്ക് ചെല്ലുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ദേവാലയത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അപേക്ഷകൾ കർത്താവ് കേൾക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് സാക്ഷിയായി നിർത്തും. ആ അനുഗ്രഹം നേടുന്നതിനായി നമുക്കിപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. സ്തോത്രം അർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. സഭായോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള അങ്ങയുടെ ആഗ്രഹപ്രകാരം കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും ഇപ്പോൾ അങ്ങയുടെ മുൻപാകെ നിർത്തുന്നു കർത്താവെ. ദേവാലയത്തെ സ്നേഹിക്കാനും ദേവാലയത്തിന്റെ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാനുമുള്ള ഒരു അനുഭവം എല്ലാവർക്കും നൽകണേ കർത്താവെ. ദേവാലയത്തിലേക്ക് കൊടുക്കാനുള്ള കാണിക്ക സമർപ്പിക്കുവാനുള്ള മനസ്സ് ഇവർക്ക് നൽകണമേ. ഇവരുടെ മനസ്സിൽ അങ്ങ് സംസാരിക്കണമേ കർത്താവെ. അങ്ങ് വസിക്കുന്ന ദേവാലയത്തിൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായി ഒരു സമർപ്പണ മനോഭാവം എന്നോടൊപ്പം ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നൽകുവാനായി പ്രാർത്ഥിക്കുകയാണ്. ദേവാലയം അങ്ങയുടെ മന്ദിരമാണ് കർത്താവെ. അവിടെ വരുന്ന എല്ലാവരുടെയും അപേക്ഷകൾ അങ്ങ് കേൾക്കുന്നു കർത്താവെ. അപേക്ഷകൾക്കെല്ലാം അങ്ങ് ഉത്തരം നൽകുന്നു കർത്താവെ. ആ ഒരു ഉറപ്പോടുകൂടി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവെ, ദേവാലയത്തെ സ്നേഹിക്കുവാനും അവിടെ പോകാനുമുള്ള ഒരു അനുഭവം കർത്താവ് തന്ന് അങ്ങ് അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ആരാധനയ്ക്കായി പോകുമ്പോൾ തന്നെ കർത്താവിനെ ഞാൻ കാണും, കർത്താവിൽ നിന്നും ഞാൻ അനുഗ്രഹം സ്വീകരിക്കും, കർത്താവ് എന്നെയും എന്റെ കുടുംബത്തെയും സാക്ഷിയായി നിർത്തും എന്ന ദൃഢനിശ്ചയത്തോടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിങ്ങനെ പ്രാർത്ഥിച്ച ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കുടുംബങ്ങളെല്ലാം ദേവാലയത്തെ സ്നേഹിക്കാനും അങ്ങേക്കായി സേവനം അനുഷ്ഠിക്കുവാനും ദേവാലയത്തിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും ദേവാലയത്തിന് നൽകാനുള്ള കാണിക്ക നൽകുവാനും കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനായി നന്ദി. കർത്താവിന്റെ നാമം ഇന്നേ ദിവസം ഉച്ചരിച്ച ഓരോ കുടുംബത്തിനുമായി അങ്ങ് അനുഗ്രഹം ചൊരിഞ്ഞതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും അങ്ങയെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദേവാലയത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നിർത്തരുത്. സഭായോഗങ്ങളിൽ പങ്കെടുക്കുക എന്നത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ആ കാര്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദേവാലയത്തിലേക്ക് പോവുക, ദേവാലയത്തിൽ അർപ്പിക്കുവാനുള്ള കാണിക്ക മുടങ്ങാതെ കൊടുക്കുക, ദേവാലയത്തിൽ യഹോവയെ സേവിക്കുക. ദേവാലയത്തിലേക്ക് പോയി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശുശ്രൂഷ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ കർത്താവിന്റെ വചനം പോലെ എന്റെ ജനത്തിനും മറ്റുള്ളവർക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കുമെന്ന് വചനം പോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് വേർതിരിച്ച് കാണിക്കും. നിങ്ങളുടെ കുടുംബത്തിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടിയും ദൈവ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭക്തനായ ദാവീദ് പറയുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. അതുകൊണ്ട് മുടങ്ങാതെ ദേവാലയത്തിലേക്ക് പോകാൻ നമുക്ക് ശീലിക്കാം. ദൈവത്തിൽ നിന്നും നന്മകൾ സ്വന്തമാക്കാം. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകളും മറക്കാതെ ഞങ്ങൾക്ക് അയയ്ക്കുക. വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact
Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.